ഇന്ന് ഞങ്ങളെല്ലാരും ഇപ്പൊ നമ്മുടെ തോട്ടത്തിലായ ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് പറിക്കാനായിട്ട് ഇറങ്ങിയതാണ്. ചിലതൊക്കെ കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, നമ്മുടെ സീസൺ കഴിഞ്ഞായി. ചിലതൊക്കെ നേരത്തെ തന്നെ ആയി, ഇപ്പൊ കഴിയാനായിട്ടുണ്ട്. മഴയൊക്കെ പെയ്തുകൊണ്ട് കുറെ കൊഴിഞ്ഞൊക്കെ പോയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഉള്ളതൊക്കെ പറിക്കാം അല്ലേ. അപ്പൊ ഇതാ ഫിനും ബിയും കൊട്ടയൊക്കെ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ നിൽക്കുന്നത് നല്ലതാ പേരമരത്തിന്റെ അടിയിലാട്ടോ. ഇതാ ബിയെ പഴുത്ത പേരക്ക കിളി കൊത്തിയിരുന്നോണ്ട് ഇതാ നല്ലൊരു പഴുത്ത പേരക്ക വീണിട്ടുണ്ട്. ഇത് കിളിയും തോത്തിയമ്മ എടുക്കണ്ട കേട്ടോ. മുകളിൽ കാണിച്ചു കൊടുക്കുക, ഇഷ്ടം പോലെ പേരക്ക ഉണ്ട് കേട്ടോ. ബി ഇടക്ക് ഇങ്ങനെ അടിയിൽ വീണൊക്കെ എടുത്ത് പോവില്ലേ. ബിയും പിന്നെ ഓർക്ക് മേലൊക്കെ എത്തൂല, എന്നാലും താഴത്തെ കൊമ്പിലൊക്കെ ഉള്ളവർ പറിക്കലുണ്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് പേരക്കനായിട്ട് പറിക്കാം. ഈ സമയത്ത് നല്ല മധുരം ഉണ്ടാവും. ബിയെ കാണിച്ചപ്പച്ചക്ക് ഇതിന് മുകളിൽ കയറിയാൽ കാണൂല, താഴെ നിന്നൊക്കെ നല്ല കാണാം. അപ്പൊ അതായത് ചെറിയൊരു പഴുത്തത് വാങ്ങിച്ച കൊട്ടയില വാങ്ങിക്കണേ. ഇതൊന്നല്ല കേട്ടോ, വലിയ പേരുണ്ട്. ഞാൻ പഴുത്തത് കണ്ടപ്പോ വേണ്ട പറിച്ച. കഴിച്ചോക്ക് ബിയ, കിട്ടിയപ്പ കഴിക്ക്. തിന്നും കൊടുക്കട്ടോ. അത്യാവശ്യം നല്ല വലുപ്പമുള്ള പേരയാണ്. ആ പറക്കി കിട്ടിയ നല്ല മൂപ്പായതാണല്ലോ. പേരൊക്കെ ഏറ്റവും നല്ലത് നമ്മളിതാ ഇങ്ങനത്തെ രീതിയിൽ പറിക്കുന്ന കേട്ടോ. നല്ല പഴുത്ത് കഴിഞ്ഞാൽ ഒരു അരിത്താലൊരു ടേസ്റ്റ് പറയും. കുറച്ച് കടിക്കുമ്പോതാ ഇതുപോലെ നല്ല കറുമുറ് വേണം. പഴുത്തു തുടങ്ങിയിട്ടുണ്ട്. ഇത് നോക്ക്, നല്ല മൂപ്പായതാ. നെട്ടോടെ കുറച്ചുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയും പേരൊക്കെ പറിച്ചിട്ടുണ്ട്. ഇത് ഉണക്കട്ടതാ ഇഷ്ടം പോലെ നാട്ടുമാങ്ങ വീണിട്ടുണ്ട്. അപ്പോത്തിന് പോലെ ഉണ്ടാവും ഓടി ഇങ്ങോട്ട് എത്തിയിരുന്നു. അതാ പെറുക്കി കൂട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്കിതാ എല്ലാം പറിക്കലല്ല, ചിലത് ഇതുപോലെ പെറുക്കലാട്ടോ. മാങ്ങയൊക്കെ എന്തായാലും താഴെ വീണിട്ടുണ്ടോ. കുറെ കിട്ടിയില്ല. നല്ല സൂപ്പർ നാട്ടുമാങ്ങയാണ്. ഇതാ ചെറിയ മാങ്ങ കേട്ടോ, ഇതുപോലെ ഉണ്ടാവും. വേമ്പർക്ക് ഇതിപ്പോ കാറ്റിന് നല്ല വീണിക്കുന്നില്ലേ. പൊട്ടിയത് വേണ്ട കേട്ടോ, പൊട്ടാത്തെടുക്കി. എന്തായാലും കഴിയാനായി മാങ്ങ. ഇതാ അതിന്റെ ഉള്ളിലൊക്കെ ഉണ്ട് ബിയ. മാങ്ങ വേഗം പെറുക്കിയിട്ട് ഇതാ തായ്ലാൻഡ് ജാമിന്റെ അടിയിലെത്തി. ബിയമോള് പറയും തുടങ്ങി. ഇതാ താഴൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ നെറ്റ് ഇട്ടുകൊണ്ട് നല്ല ഗുണമുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊക്കെ കാണിച്ചു കൊടുക്കതാ താഴെ തന്നെ ഒക്കെ. ബി താഴത്തെ കൊമ്പ് തലവർക്കിനെ ഇതൊക്കെ അധികം വലിപ്പം വെക്കാത്ത തന്നെ നല്ല പഴുത്തല്ലോ. തായ്ലാൻഡ് ജാമിന്റെ വീഡിയോ ഒക്കെ നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് ചെയ്താണ്. അപ്പൊ ഇതും കുറച്ച് പറിക്കുക. എന്തരോ ഒക്കെ ഇനി കഴിഞ്ഞു. ഇതൊക്കെ സീസണിൽ ഉണ്ടാവുള്ളൂ. സീസൺ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൊതിയാകുമ്പോൾ സാധനം ഒന്നും കിട്ടൂല. അതാ അങ്ങോട്ട് ഉള്ളിലോട്ട് കാണിച്ചു കൊടുക്ക. അങ്ങോട്ട് നോക്ക്, അതാ ഉള്ളിൽ അത് നല്ല പറക്കി അത്യാവശ്യം ഉണ്ട്. അത് മുകളിൽ കയറണം, താഴേന്ന് കിട്ടൂല. ഭീമളെ കൊട്ടതാ പിടിച്ചോ. കൊട്ടലിട്. ഇങ്ങോട്ട് നോക്ക് വിയാ, ഇഷ്ടം പോലെ. ഇത് കുഞ്ഞോളെ ഇവിടെ കിട്ടോ. ഇങ്ങനെ പൊട്ടി കയ്യോ താഴെ കൊഞ്ഞ് കിട്ടിയതെടുത്തതാ. കൊഴിയുന്നുണ്ട്. വേഗം കൊട്ട കൊടുക്ക് വിയാ, കൊട്ട പൊന്തിച്ചു കൊടുക്ക്. ഉറുമ്പുണ്ട്. അതൊക്കെ നല്ല മൂപ്പായിട്ടേ പഴുത്തിട്ടും ഉണ്ടോ. വീലൊക്കായോ എന്നാ പിടിക്കേ. അത് കുഴപ്പമില്ലാത്ത ഉറുമ്പ.
ഇപ്രാവശ്യമായിട്ട് നമുക്ക് ഇങ്ങനെ തായ്ലാൻഡ് ചാമ്പ് കിട്ടുന്നത് നെറ്റ് ഇട്ടിട്ടേ കുരങ്ങ് നല്ല എന്തായാലും പേടിച്ചിട്ടുണ്ട്. അങ്ങനെയൊന്നും കുരങ്ങിന് കൊണ്ടുപോകാൻ പറ്റിയില്ല. അപ്പൊ എന്തായാലും വേഗം പറിക്കട്ടെ കുറച്ച്. ഏതായാലും നമുക്കൊരു കൊട്ട പറിക്കാം അല്ലേ? നീ പിടി 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 പിടിച്ചു കൊടുക്ക്. ഇനി നമുക്ക് കുറച്ച് സപ്പോർട്ട് പറിക്കുക. ഇത് കണ്ടില്ലേ, നല്ല മൂപ്പായ വലുപ്പമുള്ള സപ്പോർട്ട്. ഇപ്പൊ ബിയമോള് ചെറിയൊരു വടി കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു കൊക്ക. ഇത് വെച്ചിട്ട് ഇതാ കൊമ്പ് ഇതുപോലെ താത്തി നോക്ക്. നല്ല സൂപ്പർ സപ്പോർട്ട, നല്ല വലുപ്പമുള്ള നല്ല മൂപ്പായ സപ്പോർട്ടാ. ഇപ്പൊ സപ്പോർട്ട് അങ്ങനെ സീസൺ അല്ല കേട്ടോ, കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ ഉള്ളത് നല്ല വലുപ്പമുള്ളതാ. ഇവിടെയൊക്കെ ഉണ്ട്. ഇതൊന്നും വവ്വാല് കണ്ടിട്ടില്ല ഒന്ന്. നോക്ക്, നല്ല അടിപൊളി സപ്പോർട്ടാ. അപ്പൊ സപ്പോർട്ട വാങ്ങിക്കാനേ ഇതാ ആള് കൂടിയിട്ട് നമ്മളെ കൂടെ ഇപ്പൊ ഇവിടെ ഇബി ഉണ്ട് താഴെ. ഇത് പിടിക്കൂലേ? ഞാൻ രണ്ടെണ്ണം കൂടെ പറിക്കട്ടെ, എന്നിട്ട് താഴെ കിട്ടേ കേട്ടോ. എന്നിട്ട് ഞാൻ നമ്മളെ കോഴിഷെഡിന്റെ മുകളിലാട്ടുള്ളത്. ഇങ്ങോട്ട് ചാഞ്ഞിട്ട് നല്ലൊരു കൊമ്പുണ്ട്, അതിന്റെ മുകളിലാണ് അതുപോലത്തെ വലുതുണ്ടായത്. എന്നാ പിടിച്ചോ, അവിടെ തന്നെ എന്നാ വാ. ആ പിടി. അടുത്തത് ഒന്നുകൂടെ. അങ്ങനെ നമ്മൾ മുറത്തിലുണ്ട് കേട്ടോ, അത് മുറം കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനിയുണ്ട്. അപ്പൊ നമുക്ക് ഇത്രയും സപ്പോർട്ട് കിട്ടിട്ടോ. ശരിക്കും ഞങ്ങള് സപ്പോർട്ട് ഒന്നും പറിക്കലില്ല കുറച്ച് ദിവസമായിട്ട്. നോക്കുകയാണെങ്കിൽ ഇതുപോലെ കിട്ടുമൊക്കെ വവ്വാലൊക്കെ കൊണ്ടുപോല. അപ്പൊ അത് ആദ്യം വന്നിട്ടുണ്ട് സപ്പോർട്ട് വെറുക്കാൻ. ഇതാ നമ്മളെ ക്യാച്ച് ചെയ്യുന്ന ആൾ ഇവ ഒരൊറ്റ ക്യാച്ച് മിസ്സാക്കിയില്ല കേട്ടോ. ഒന്ന് നേരത്തെ എൻ്റെ കയ്യിൽ മിസ്സായി പോയതാ അല്ലേ, ആ ഫസ്റ്റ് പറിച്ചപ്പോ. അതുകൊണ്ടില്ല, നല്ല വലിയ സപ്പോർട്ടാണ്. അടുത്തത് വേഗം ചാമ്പക്ക ഉണ്ട്. ചാമ്പക്ക കുറച്ചേ ഉള്ളൂ, ഒക്കെ കൊഴിഞ്ഞു കഴിഞ്ഞിരിക്കണ്. അങ്ങോട്ട് പോവാ. അങ്ങനെ ഞങ്ങള് ചാമ്പക്കന്റെ അടിയിലെത്തി. കൊഴിഞ്ഞിക്കണ നോക്ക്, എല്ലാം കൊഴിഞ്ഞു കഴിഞ്ഞു. കുറച്ചുണ്ട് മുകളിൽ, നല്ല പഴുത്തതപ്പം ഉള്ളത്. അപ്പൊ ഇതും കൂടെ പറിക്കാം. പ്രാവശ്യം വൈനിടാൻ അച്ചാറിടാനൊന്നും ചാമ്പക്ക കിട്ടും തോന്നില്ല, ഒക്കെ കൊഴിഞ്ഞു കഴിഞ്ഞു. പക്ഷെ ഇത് അത്ര വലുപ്പല്ലേ അല്ലേ? പക്ഷെ എല്ലാം നല്ല മൂത്തും ചെയ്ത് പഴുത്തും ചെയ്ത്. ഇങ്ങോട്ട് നോക്ക്, ഇതെവിടെ കണ്ടോ, എല്ലാം പഴുത്തതാ. അപ്പൊ നമുക്ക് ചാമ്പക്ക ഇവയെ കാണിച്ചു കൊടുക്ക്. കുറച്ചേ കിട്ടിയിട്ടുള്ളൂ, ഒക്കെ കൊഴിഞ്ഞു പോയി. നോക്കട്ടെ, ഇത്രേ ഉള്ളൂ. അപ്പൊ ഏതായാലും പോകുന്ന വയ്ക്കിതാ നാട്ടുമാങ്ങ. നമ്മൾ ഒറിജിനൽ നാട്ടുമാങ്ങ നമ്മൾ ആദ്യം പെറുക്കിയത്. ഇത് കണ്ടില്ലേ, ഇത് നാട്ടുമാങ്ങ തന്നെയാണ്, പക്ഷെ ഒരു ക്രോസ് മാങ്ങയാണ്. ഇതിന്റെ കറക്റ്റ് പേരൊന്നും അറിയില്ല. ഇത് നല്ല പഴുത്തിട്ടുണ്ട്. ഇതും കുറച്ച് പെറുക്കിയെടുക്കാം. അപ്പൊ നമുക്ക് കിട്ടിയ ഫ്രൂട്ട്സ് ഒക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. പുറത്ത് നല്ല വെയിലാ. ഓരോരുത്തർ എടുത്തിട്ട് അകത്ത് കൊണ്ടുപോയിക്കോട്ടെ. ദിയമൂള് കൊണ്ടുപോണ്. അടുത്തതാ ഫിനു. ആദിക്ക് മാങ്ങര അല്ലേ? ഏലക്ക, സപ്പോട്ട, ഒക്കെ നിരത്തിയിട്ട് ഒരു മാങ്ങയും കൂടെ എടുക്കാണ്ട് അല്ലേ? ഞാൻ എടുത്തിട്ട് വരാം. ഇതാ ഇത്രയും ഐറ്റം ഉണ്ട്. എപ്പോഴും നമ്മൾ കൊട്ടയിലും മുറത്തിലൊക്കെ ഇങ്ങനെ നിരത്തി വെക്കൽ പച്ചക്കറികളാണ്. ഇന്ന് കണ്ടില്ല നമ്മളെ തോട്ടത്തിലെ ഫ്രൂട്ട്സുകൾ. ഇതിലിപ്പോ ഇനി നമുക്ക് ഇവിടെ ഉണ്ട് നിലവിലുള്ളത്. ഇപ്പം പാഷൻ ഫ്രൂട്ട് ഉണ്ട്, അവക്കാടോ ഒക്കെ ഉണ്ട്. പക്ഷെ അത് കറക്റ്റ് പഴുത്ത് വന്നിട്ടില്ല. പാഷൻ ഫ്രൂട്ട് ഇതിനിടയ്ക്ക് പഴുത്തത് കഴിഞ്ഞ് അവക്കാടോ ആയി വരുന്നുള്ളൂ. അത് കഴിഞ്ഞ റംബുട്ടാനും മാംഗോസ്റ്റിനും ഒക്കെ ആയി വരുന്നുണ്ട്. അപ്പം ഓരോ സമയം ഞങ്ങൾക്ക് ഇതാ ഇത്രയും ഐറ്റംസ് ഫ്രൂട്ട്സും നമ്മുടെ തോട്ടത്തിലൊക്കെ കിട്ടും. ഇതൊക്കെ ഇങ്ങനെ കഴിച്ചാൽ എന്താ ഗുണം? നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിലൊക്കെ ഏറ്റവും നല്ലതാണ് സീസണിൽ ഉണ്ടാകുന്ന ഓരോ ഫ്രൂട്ട്സും നമ്മൾ മക്കളും എല്ലാവരും കഴിക്കുന്നത്. നമുക്ക് കുറേ ഗുണങ്ങൾ അതുകൊണ്ട് കിട്ടും. അപ്പൊ പറ്റുന്ന എല്ലാവരും ഓരോ സീസണിൽ കിട്ടുന്ന പഴങ്ങളും അതാ സീസണിൽ തന്നെ കഴിക്കുക. ഇപ്പൊ കുറേയൊക്കെ മഴ പെയ്തിട്ടൊക്കെ കൊഴിഞ്ഞു പോകും. ചാമ്പക്ക അതൊക്കെ നമുക്ക് ആരും അങ്ങനെ വില കൽപ്പിക്കാത്ത കുറെ ഫ്രൂട്ട്സുകളുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ സീസണിൽ കഴിച്ചു കഴിഞ്ഞാൽ കണ്ടില്ലേ എന്താ ചാമ്പ് നോക്ക്, ഒരുപാട് ഗുണങ്ങൾ നമുക്ക് കിട്ടും. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇന്ന് ചോറൊന്നും വേണ്ട കേട്ടോ.
എല്ലാവരും ഇരുന്നിട്ട് ഓരോ തലേന്ന് കഴിക്കാം. ഇതിലിപ്പോ സപ്പോട്ട മാത്രമേ നമുക്ക് പഴുപ്പിക്കാനുള്ളൂ, ബാക്കിയൊക്കെ നമുക്ക് ഇപ്പൊ സ്പോട്ടിൽ തന്നെ എടുത്ത് കഴിക്കാം അല്ലേ.